നമസ്കാരം. PSC ബുള്ളറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിൽ, അതായത് മാർച്ച് മാസത്തെ സമകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പേജാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിനാണ് ലഭിച്ചത്. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി അർഹമായി. അപ്പോൾ മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിനാണ്. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതിയാണ് അർഹമായത്. ഇനി വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബ്നിം ഇസ്മായിലിനാണ് ലഭിച്ചത്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 132.1 km/മണിക്കൂർ വേഗത്തിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡിട്ടത്. അപ്പോൾ വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബ്നിം ഇസ്മായിലിനാണ്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 132.1 km/മണിക്കൂർ വേഗത്തിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡിട്ടത്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണലാണ്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം. ലെബനനിൻ്റെ യസ്മിന സെയ്മനാണ് 2ാം സ്ഥാനം നേടിയത്. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് 4-ൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്കാണ് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ലഭിച്ചത്. 2ാം സ്ഥാനം ലെബനനിൻ്റെ യസ്മിന സെയ്മനാണ്. ഇന്ത്യൻ പ്രതിനിധിയായിട്ട് പങ്കെടുത്തത് സിനി ഷെട്ടിയാണ്. എന്നാൽ ടോപ്പ് 4-ൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമായത് കൊച്ചിയാണ്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേക്ഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് വയനാട്. അപ്പോൾ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചി. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേക്ഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് വയനാട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായു. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായു. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിൻ്റെ പേര്. അപ്പോൾ അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. പരീക്ഷണത്തിൻ്റെ പേരായിരുന്നു മിഷൻ ദിവ്യാസ്ത്ര. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെലാത്ത് തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ രാജ്യത്തെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അപ്പോൾ ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമാണ് അരുണാചൽ പ്രദേശിലെ സെലാത്ത് തുരങ്കം. അത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ രാജ്യത്തെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അപ്പോൾ PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്കാണ്. അടുത്തത് ഓസ്കാർ പുരസ്കാരങ്ങളാണ്. 96ാമത് ഓസ്കാർ അവാർഡിൽ 7 പുരസ്കാരങ്ങളുമായി ഓപ്പൺഹൈമർ. മികച്ച ചിത്രം, സംവിധായകൻ, നടൻ, സഹനടൻ തുടങ്ങി 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. അപ്പോൾ മികച്ച ചിത്രം ഓപ്പൺഹൈമറാണ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. അതായത് ഓപ്പൺഹൈമറിൻ്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകൻ. നടൻ കിലിയൻ മർഫി, സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ഇങ്ങനെ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. മറ്റു പുരസ്കാരങ്ങൾ: മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്, ചിത്രം പുവർ തിങ്സ്. സഹനടി ഡവെയ്ൻ ജോയ് റാൻഡോൾഫ്, ചിത്രം ദ ഹോൾഡോവേഴ്സ്. അല്ലേ? മലയാളിയായ AS രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി. അപ്പോൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് മലയാളിയായ AS രാജീവാണ്.
വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് ട്രീസ ജോളി, ജിലിമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകുട്ട് എന്നിവർ അർഹരായി. വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് ട്രീസ ജോളി, ജിലിമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകുട്ട് എന്നിവർ അർഹരായി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂപോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മലപ്പുറത്താണ് പ്രവർത്തനം ആരംഭിച്ചത്. പേര് എഡ്യൂപോർട്ട് എന്നാണ്. ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സ്റ്റാർ ഓഫ് ദി മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശ്വസി ജയ്സ്വാളിനാണ് ലഭിച്ചത്. ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സ്റ്റാർ ഓഫ് ദി മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശ്വസി ജയ്സ്വാളിനാണ് ലഭിച്ചത്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭമാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭം നമ്മുടെ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമായ സി സ്പേസ് ആണ്. അടുത്തത് നെതർലൻഡിലെ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷിനാണ് ലഭിച്ചത്. നെതർലൻഡിലെ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷിനാണ് ലഭിച്ചത്. അടുത്തത് ഒബിച്വറീസ് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരെ കുറിച്ചാണ്. തിരക്കഥാകൃത്തും ഡോക്യുമെൻ്ററി സംവിധായകനുമായ നിസാം റാവുത്തർ അന്തരിച്ചു. പ്രശസ്ത ചരിത്രകാരൻ ദലിത് ബന്ധു NK ജോസ് അന്തരിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഭാസുരേന്ദ്രൻ ബാബു അന്തരിച്ചു. ഓക്കെ, അതായത് തിരക്കഥാകൃത്തും ഡോക്യുമെൻ്ററി സംവിധായകനുമായ നിസാം റാവുത്തർ, പ്രശസ്ത ചരിത്രകാരൻ ദലിത് ബന്ധു NK ജോസ്, അതുപോലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഭാസുരേന്ദ്രൻ ബാബു എന്നിവരാണ് അന്തരിച്ചിട്ടുള്ളത്.